നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല സ്പൈസി ആയിട്ട് ചിക്കൻ്റെ ഹാർട്ട് എങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. ടിപ്പിക്കൽ ഒരു സൗത്ത് ആഫ്രിക്കൻ റെസിപ്പിയാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 500 ഗ്രാം ചിക്കൻ്റെ ഹാർട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. 5 മിനിറ്റ് നേരത്തേക്ക് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം ഈ വെള്ളം ഊറ്റിക്കളയുക. അതിലുള്ള ഫാറ്റൊക്കെ നീക്കം ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കൂടാതെ സ്പൈസസ് ആയിട്ട് മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇതും കൂടെ ചേർക്കുക. ഇതിന് ശേഷം 3 കപ്പ് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഈ വെള്ളം ഒഴിക്കുന്നത് വേവിച്ചെടുക്കാനായിട്ടാണ്. 20 മിനിറ്റോളം ഇത് വേവിക്കണം. അതാണ് ഇതിൻ്റെ പാകം. വേറൊരു ഫ്രൈയിങ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഒരു വലിയ സവോള ഇതിലേക്ക് ഇടുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴന്നു വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കറി പൗഡറും 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർക്കുക. തീ ഏറ്റവും കുറയ്ക്കുക. ആ സ്പൈസസിൻ്റെ മണം മാറുന്നത് വരെ, പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സ്പൈസസിൻ്റെ മണം മാറിക്കഴിയുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഹാർട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ടും ഈ വെള്ളം പറ്റി വരണം. നന്നായിട്ട് മസാല പൊതിഞ്ഞ് വരേണ്ട ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടാതെ 1/2 ടീസ്പൂൺ ഇഞ്ചിപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളിയുടെ പൊടി ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കുക. മുഴുവനായിട്ട് പറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുക. വീണ്ടും ഒന്ന് ഇളക്കുക. എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ കൂടെ ഇട്ട് കൊടുക്കുക. കൂടാതെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നത് അത് ഓപ്ഷണലാണ്. ഇവിടെ നല്ലതായിട്ട് ചിക്കൻ ഹാർട്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു.